നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും വ്യാജ പ്രചാരണവുമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പുതിയത് കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ വീഡിയോയാണ്. നടി ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നും ദിലീപിനെ കുടുക്കാനുള്ള നാടകമാണിതെന്നും മാർട്ടിൻ ആരോപിക്കുന്ന വീഡിയോ വ്യാപകമായാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ദിലീപിന് പാളിപ്പോയത് മാർട്ടിന്റെ കണ്ണുകളിലാണ്. ഓരോ വരിയിലും അടുത്ത വാക്യം തിരയുന്ന മാർട്ടിന്റെ കണ്ണിൽ നിന്നും മനസ്സിലാക്കാം ആരോ എഴുതി പ്രോംപ്റ്റ് ചെയ്തത് കൃത്യമായി വായിച്ചു പറയുന്ന മാർട്ടിൻ. ഓരോ വാക്ക് കഴിഞ്ഞിട്ടും മാർട്ടിന്റെ കണ്ണുകൾ അടുത്ത വാക്കിലേക്ക് എടുക്കാൻ തപ്പുന്നുണ്ട്. അയ്യോ കഷ്ടം! ഇത് കൊട്ടിഘോഷിക്കാൻ മാർട്ടിൻ ആന്റണിയെ ശിക്ഷിച്ച കോടതി വിധിയും ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയും അതുപോലെ ശിരസാൽ വഹിക്കുന്ന നന്മമരങ്ങൾ തന്നെ ഉണ്ടെന്നതാണ് ചിന്തിപ്പിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന വീഡിയോ പങ്കുവച്ചതിൽ ഈ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാർട്ടിൻ ആന്റണി എടുത്ത വീഡിയോ ഷൂട്ട് ചെയ്തവരും പ്രചരിപ്പിച്ചവരും എല്ലാം കുടുങ്ങും. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനുമെതിരെയാണ് തൃശൂർ സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പേര് വെളിപ്പെടുത്തുന്നതിന് പുറമെ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും വീഡിയോയിൽ ഉണ്ടായിരുന്നു. തൃശൂർ റേഞ്ചർ DIGക്ക് ലഭിച്ച പരാതി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുമുണ്ട്. പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ദിലീപിന് തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ് ദിലീപിന്റെ ആരാധകൻ കൂടിയായ അനന്തു സുരേഷ് കുമാർ എന്ന ഒരു യുവാവ്. ഒരിക്കൽ താൻ ദിലീപിന്റെ ഏറ്റവും വലിയ ആരാധകനായിരുന്നുവെന്നാണ് അനന്തു പറയുന്നത്. അതിജീവിതയ്ക്കെതിരെ നടക്കുന്ന ഈ PR നാടകങ്ങൾക്കെതിരെ രൂക്ഷമായാണ് ഈ തുറന്ന കത്തിൽ അനന്തു പ്രതികരിക്കുന്നത്. കത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. ആ കത്ത് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട ശ്രീ ദിലീപ്, താങ്കൾ 8ാം പ്രതിയായിരുന്ന കൊച്ചിയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ഇപ്പോൾ 20 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിന്റെ ഒരു പഴയ വീഡിയോ പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പാറ്റേൺ പാവാട എന്ന ഒരു ഫാൻസ്. ആ നടി അവളെ തന്നെ മാനഭംഗപ്പെടുത്താൻ സ്വയം കൊടുത്ത കൊട്ടേഷൻ ആയിരുന്നോടാ എന്ന തരത്തിലാണ് അതിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പേട്ടൻ പുണ്യാളണ്ട മുതലായ നാണം കെട്ട നാറിയ വാദങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു കൂട്ടം വാഴകൾ ഇറങ്ങിയിരിക്കുന്ന വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. താങ്കൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല, താങ്കളുടെ പൂർണ്ണ ആശീർവാദത്തോടെ താങ്കളുടെ ഫണ്ടിങ്ങോടെ തന്നെ നടക്കുന്ന ഒരു നാറിയ PR നാടകമാണ് ഈ അരങ്ങേറുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ താങ്കൾക്ക് ഈ തുറന്ന കത്ത് എഴുതുന്നത്. താങ്കൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് മുൻപിലും ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത് ഈ നാട്ടിൽ നിലയും വിലയുമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ തോന്നിപ്പിച്ചിട്ടുള്ള ചില നാറിയ ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വീഡിയോ പ്രചരിച്ചു തുടങ്ങിയത്. അത് യൂട്യൂബിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറ്റെടുത്ത് പലരും പ്രചരിപ്പിച്ചും തുടങ്ങി. കാശ് മേടിച്ച സിനിമാ പ്രമോഷനുകളും പരസ്യങ്ങളും ചെയ്യുന്ന യൂട്യൂബർമാരും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളുമാണ് എന്നും മനസ്സിലാക്കാതിരിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും താങ്കളുടെ കയ്യിൽ നിന്ന് കാശ് എണ്ണി മേടിക്കുന്ന നാണം കെട്ട ക്രിമിനലുകൾ അല്ല എന്ന് താങ്കൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ ദിലീപ്, അറപ്പാണ് തോന്നുന്നത് നിങ്ങളോടും നിങ്ങളുടെ കാശ് മേടിച്ച നക്കി ഇമാതിരി പിതൃശൂന്യതകൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന നാറിയ ക്രിമിനലുകളോടും. വളരെ കുറച്ച് നരമ്പ് രോഗികളെ ത്രസിപ്പിക്കാനും അവരുടെ മനസ്സിൽ ചെറിയ ചില സംശയങ്ങൾ ജനിപ്പിക്കാനും മാത്രമേ നിങ്ങളുടെ ഈ നെറികെട്ട നാരിക നാടകങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിങ്ങൾ കുറ്റക്കാരനാണെന്നും നിങ്ങൾ നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോകുന്നതെന്നും ആ വിചാരണ കോടതി അതിജീവിതയോട് കാണിച്ചത് ശുദ്ധ അനീതിയും തോന്നിയവാസവുമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. കാരണം അതിനുള്ള കൃത്യമായ തെളിവുകൾ കേരള മനസാക്ഷിക്ക് മുൻപിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. താങ്കൾ എന്താണ് വിചാരിച്ചത്? ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്ത് 8.5 വർഷം അവളെ നരകിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്തിട്ട് താങ്കളുടെ കയ്യിൽ ഇനിയും ഒരുപാട് കാശിരുന്ന് കുത്തുന്നത് കൊണ്ട് ഇതുപോലുള്ള നാറിയ ക്രിമിനലുകളെ വാടകയ്ക്കെടുത്ത് ഇനിയും അവൾക്കെതിരെ അശ്ലീല കഥകൾ പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തിച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാമെന്നാണോ? ശരിക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. മനുഷ്യർ തന്നെയാണോ നിങ്ങളൊക്കെ? ഇങ്ങനെ വേട്ടപ്പട്ടികളെ വിട്ട് അവളെ ഇനിയും ഇഞ്ചിഞ്ചായി കടിച്ചു കീറി കൊല്ലാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ശ്രീ ദിലീപ്, നിങ്ങളെ അതിന് അനുവദിക്കില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന ശബ്ദം എന്റേത് മാത്രമല്ല. ആ പെൺകുട്ടിയോട് നിങ്ങളും ഈ വിചാരണ കോടതിയും ഈ സിസ്റ്റം മുഴുവനും ചേർന്ന് ചെയ്തത് കൊടികെട്ടിയ അനീതിയും അന്യായവും ക്രൂരതയുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മലയാളികളുടെയും കൂടെയുള്ള ശബ്ദമാണ്. ഇതൊരു അന്ത്യശാസനമായി തന്നെ നിങ്ങൾ കൂട്ടിക്കോളൂ.
കോടിക്കണക്കിന് ജനങ്ങൾ ഇത്രയും നെറികെട്ട നാണം കെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അനീതി നടപ്പിലാക്കുന്നത് കണ്ട സഹികെട്ട് ഗതികെട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ജനകീയ അന്ത്യശാസനമായി തന്നെ കണക്കാക്കിക്കോളൂ. താങ്കളുടെ വേട്ടപ്പട്ടികൾ ആ പെൺകുട്ടിക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്തയില്ല സൈബർ ആക്രമണങ്ങൾ താങ്കൾ ഇടപെട്ട് ഉടനടി തന്നെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മലയാളികളുള്ള എല്ലായിടത്തും കോടിക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങും. കാരണം മനുഷ്യനും മനുഷ്യന്റെ മനസാക്ഷിക്കും സഹിക്കാനാവുന്നതിന് ഒരു പരിധിയുണ്ട്. ശ്രീ ദിലീപ്, നിങ്ങളിപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നത് ഈ സംസ്ഥാനം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിനെയും പ്രതിഷേധത്തിനെയുമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും നിങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒരുപാടപ്പുറം നിൽക്കാൻ പോകുന്ന ഒരു ജനകീയ സമരമാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. കാശുകൊണ്ട തുലാഭാരം നടത്തി സൈബർ ഗുണ്ടകളെയും വേട്ടപ്പട്ടികളെയും വിലയ്ക്ക് വാങ്ങാം. പക്ഷേ താങ്കൾക്ക് മുന്നിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഒരു വിൽപ്പന ചരക്കല്ല മലയാളി മനസാക്ഷി. താങ്കളെ അകമഴിഞ്ഞ് സേവിച്ച വിചാരണ കോടതിക്ക് പോലും ഈ പറഞ്ഞ മാർട്ടിനടക്കമുള്ളവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ലായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കോടതി പോലും ശിക്ഷിച്ച ഈ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചാൽ അയാളുടെ വാക്ക് വിശ്വസിച്ച കേരളം മുഴുവൻ അതിജീവിതയെ അവിശ്വസിക്കും. ലോകം മുഴുവൻ ദിലീപ് തരംഗം ആഞ്ഞുവീശും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ച ക്രിമിനലുകൾ എത്ര മണ്ടന്മാരാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിശേഷിയെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ശ്രീ ദിലീപ്? നിങ്ങളുടെ വേട്ടപ്പട്ടികൾ ഇന്ന് ആ ശിക്ഷിക്കപ്പെട്ട മാർട്ടിന്റെ വാക്കുകൾ വേദവാക്യമായി എടുത്ത് പ്രചരിപ്പിക്കുന്നത് തന്നെയല്ലേ ശ്രീ ദിലീപ്? പൾസർ സുനിയും ഈ മാർട്ടിനുമടക്കമുള്ള മുഴുവൻ ക്രിമിനലുകളും നിങ്ങളുടെ ഗുണ്ടകൾ തന്നെ ആയിരുന്നു എന്ന കേരള പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു തരുന്ന ഏറ്റവും വലിയ തെളിവ് അവരുടെ തലവൻ നിങ്ങൾ തന്നെ ആയിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. എല്ലാം കഴിഞ്ഞ ഇപ്പോൾ ചില മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ടുപോലും താങ്കളെ വൈറ്റ് വാഷ് ചെയ്യുന്ന ജോലികൾ ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് സൈബർ ഇടങ്ങളിലെ ഈ പിതൃശൂന്യ കുപ്രചരണങ്ങൾ മനോഹരമായ ഗെയിം പ്ലാൻ തന്നെ. നട്ടെല്ല് പോട്ടെ, അതിന്റെ സ്ഥാനത്ത് ഒരു ചുള്ളിക്കമ്പോ ഒരു വാഴത്തണ്ടോ എങ്കിലും ബാക്കിയുണ്ടായിരുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമേ വെറുതെ നനച്ചുപോയി. ഇത്രയും ക്രൂരത അനുഭവിച്ച ഇത്രയും പ്രമാദമായ ഒരു കേസിലെ ഒരു അതിജീവിതയ്ക്കെതിരെ ഇത്രയും പകൽ വെളിച്ചത്തിൽ ഇത്രയും തീവ്രമായ ക്രൂരമായ ഒരു സൈബർ ആക്രമണവും അപമാനിക്കലും അധിക്ഷേപിക്കലും നുണപ്രചാരണവും നടക്കുമ്പോൾ കേരള പോലീസ് വീണ വായിക്കുകയാണ്. നാണമുണ്ടെങ്കിൽ ആ അതിജീവിതയെ ഇപ്പോൾ അപമാനിക്കുന്ന ഒരാൾക്കെതിരെയെങ്കിലും പേരിനെങ്കിലും ഈ കേരള പോലീസിന് കേസെടുക്കട്ടെ. ശ്രീ ദിലീപ്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, പഴയൊരു ആരാധകനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമ CID മൂസയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ തിയേറ്ററിൽ പോയി കണ്ട സിനിമ മീശ മാധവനാണ്. നിങ്ങളെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ പോലും കണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. ഈ കേസ് സംഭവിക്കുന്നതിന് ഒരുപാട് വർഷം മുൻപ് ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോഴും ഇതിൽ തന്നെയുണ്ട്. 2004-2007 കാലഘട്ടത്തിൽ മാർ ഇവാനിയോസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്, പേര് നയന. ഈ അടുത്ത വർഷം വരെ സെൻസർ ബോർഡ് അംഗമായിരുന്നു പുള്ളിക്കാരി. ആ ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെ ഒരു അസൈൻമെന്റ് ആയിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാൻ. ക്ലാസ്സിലെ ബാക്കിയുള്ളവരെല്ലാം അബ്ദുൽ കലാം, ഗാന്ധിജി, ഐസക് ന്യൂട്ടൺ, എബ്രഹാം ലിങ്കൺ തുടങ്ങിയവരെ കുറിച്ചൊക്കെ എഴുതിയപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങളെ കുറിച്ചായിരുന്നു ശ്രീ ദിലീപ്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്ന പലരും ഇന്ന് വിവിധ മാധ്യമങ്ങളിലും സിനിമയിലും തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവരോട് ആരോടെങ്കിലും നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കൂ. അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ഈ നയന മിസ്സിനോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. അവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദിലീപ് ആരാധകൻ ആരായിരുന്നുവെന്ന്. ഒറ്റ പേരെ അവർ പറയൂ, അതെന്റേതാണ്. ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആ ദിലീപ് അല്ല നിങ്ങളിന്ന്. ആ പെൺകുട്ടിയോട് നിങ്ങളും ഇപ്പോൾ നിങ്ങളുടെ സൈബർ ഗുണ്ടകളും വേട്ടപ്പട്ടികളും ചെയ്യുന്നത് ദൈവം പോലും പൊറുക്കാത്ത കൊടും ക്രൂരതയാണ്. KSRTC ബസ് പറക്കും തളികയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയ ആ അമ്മയോട് ഒരൊറ്റയാൾ സമരമായിരുന്നു എന്ന് നിങ്ങൾ കരുതരുത്. ആ കുട്ടിയോട് കാണിച്ച അന്യായങ്ങൾക്കെതിരെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതികരിച്ചപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് കമന്റുകൾ ആയും പേഴ്സണൽ മെസ്സേജുകളായും എനിക്ക് നേരിട്ട് പിന്തുണയും അനുഗ്രഹങ്ങളും അറിയിച്ചിട്ടുള്ളത്. എനിക്കിപ്പോഴും വായിച്ചു തീർക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രതികരണങ്ങൾ. അതിൽ ബഹുഭൂരിപക്ഷവും അമ്മമാരും പെങ്ങന്മാരുമാണ്. താങ്കൾക്കെതിരെ ഇന്ന് ഈ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഞാൻ നേരിടേണ്ടി വന്നേക്കാം എന്നും ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്നുമുള്ള പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാനെന്ന സാധാരണ പൗരൻ ഈ സമരത്തിന്, ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആ പാവം പെൺകുട്ടിയെ ഇനിയും നിങ്ങൾ ജീവിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ ഉറപ്പായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ബഹുജന പ്രക്ഷോഭം ഈ നാട്ടിൽ സംഭവിക്കും. അതിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് നിങ്ങൾക്കെതിരെ ആദ്യത്തെ മുദ്രാവാക്യം വിളിക്കുന്നത് ഞാനായിരിക്കും എന്ന് ഒരു തരി പോലും നിങ്ങളുടെ സ്വന്തമല്ലാത്ത അവളുടെയും അവളെ നെഞ്ചോട് ചേർക്കുന്ന
കോടിക്കണക്കിന് നല്ലവരായ മനുഷ്യരുടെയും മാത്രം സ്വന്തം അനന്തു സുരേഷ് കുമാർ എന്നാണ് ഈ കത്തിൽ പറയുന്നത്. സത്യത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ എല്ലാവരും വലിയ തരത്തിൽ ഒരു പക്ഷേ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്താണ് അനന്തു ഈ ഒരു പ്രതികരണം തയ്യാറാക്കിയിരിക്കുന്നത്.